ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ഈസി ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടെ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്നാക്സ് നോക്കാം. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 എഗ്ഗ് ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒന്നൊരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എൻ്റെ സൗണ്ടിന് നല്ല പ്രശ്നം ഉണ്ടാവും കേട്ടോ. എനിക്ക് കോൾഡ് പിടിച്ചിട്ട് ഈ സൗണ്ട് എന്താ പറയുക, വോയിസ് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, സോറി. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗ് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് തക്കാളി, ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ എന്തായാലും. പിന്നെ വേറൊരു ബൗളിൽ കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഹെൽത്തി അല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ബ്രെഡ് ഇല്ലാണ്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ ബേസിന് വേറൊരു ലുക്ക് തന്നെ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഹെൽത്തി വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് സ്കിപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആണ് കേട്ടോ. അതുപോലെ 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വേണമെങ്കിൽ തലേ ദിവസം വൈകുന്നേരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കുന്ന കൂട്ടത്തിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ നമ്മൾ എല്ലാ തിരക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് മിക്സിങ് മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ബ്രെഡെല്ലാം കട്ടാക്കിയിട്ടുണ്ട്. ഒരു 3 പീസ് ബ്രെഡൊക്കെ മതിയാവും കേട്ടോ. കട്ട് ചെയ്യാത്ത ഫുള്ള് ഉള്ള 3 പീസ് ബ്രെഡ് അത്രയും മതിയാവും. ഇനി ഇതാ ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് ബട്ടറോ നെയ്യോ ഓയിലോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച്. കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് ബട്ടർ നെയ്യൊക്കെ ആക്കുന്നത് നന്നാവും കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഞാൻ ഓഫാക്കി കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ബ്രെഡ് ഇതുപോലെ നമുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു വീഡിയോ സ്നാക്സ് വീഡിയോ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനും സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിലും വീഡിയോ തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഞാനിതാ ഇതുപോലെ ഒന്ന് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വേറൊരു വലിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുത്തോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് 3 എഗ്ഗാണ് കേട്ടോ, അത് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡ് കൂട്ടുക, എഗ്ഗ് കൂട്ടുക, എല്ലാം കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് ഇത്ര മതിയാവുമല്ലോ. അവർക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനോ ഈവനിങ്ങിൽ അവർ വീട്ടിലേക്ക് വന്നിട്ട് കഴിക്കാനോ ഒക്കെ കൊടുത്താലും അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ആ എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി പിസ്സേൻ്റെ ബേസ്. പക്ഷേ എഗ്ഗാണെങ്കിലും കിഡിലും ടേസ്റ്റുള്ളൊരു പിസ്സയാണ് കേട്ടോ ഇത് വരുന്നത്. ഉണ്ടാക്കാൻ അതിലേറെ ഈസിയാണ്. ഒന്ന് കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുക. ആ എഗ്ഗ് ഒന്ന് അടിഭാഗം ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കും. വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അടിയൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടാണ് ആ ബ്രെഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. എല്ലാം ചെയ്ത് എഗ്ഗെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഞാൻ ഫ്ലെയിം വീണ്ടും ഓഫാക്കിയിട്ടുണ്ട്. താഴെഭാഗത്തേക്ക് തിരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കാകാനൊന്നും നിൽക്കണ്ട. നമ്മൾ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് കൊടുത്തോ. ബ്രെഡും എഗ്ഗൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ ഇഷ്ടം അത്രയും ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ പിസ്സ സോസ് തന്നെ എടുത്തോ കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതായാലും മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ കട്ടാക്കി വെച്ചിട്ടില്ലേ കുറച്ച് സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എടുക്കുക. സവാള മാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കാം. ഇതൊക്കെ കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ, നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചും പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ എരിവുണ്ടാവില്ല. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാട്ടോ, അത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ
ഇനി നിങ്ങളെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസാണെങ്കിലും ചെഡാർ ചീസാണെങ്കിലും ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്ലൈസ്ഡ് ചീസാണെന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രയും വേണ്ട വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഞാൻ മയണൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്, ഹെൽത്തി വേർഷൻ. അതായത് എഗ്ഗ് പുഴുങ്ങിയിട്ട് ഒരു എഗ്ഗൊക്കെ മതിയാവും ഒരു ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ 2 എഗ്ഗ് പുഴുങ്ങിയിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ലെമൺ ജ്യൂസ്, ഉപ്പ്, കുറച്ച് പഞ്ചസാര, നല്ല കട്ടിയുള്ള തൈരില്ലേ പുളിയില്ലാത്ത, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നല്ല ഹെൽത്തി മയണൈസ് കിട്ടും കേട്ടോ. അപ്പോൾ അത് എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നില്ല, അതുപോലെ എല്ലാ ഭാഗത്തും കുറച്ചാക്കിയിട്ട് ആ മയണൈസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതും നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, ഇതുപോലെ മയണൈസ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഒറിയാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, തികച്ചും ഓപ്ഷനിലാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ചിട്ട് കുക്കാവാനൊന്നുമില്ല. നമ്മൾ ആ ചീസൊന്ന് മെൽറ്റായി വരിക, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അത്രയും സമയം ടോട്ടൽ ഒരു 5 മിനിറ്റേ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുക, എന്നാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചീസൊക്കെ നല്ല മെൽറ്റായി നല്ല ജ്യൂസി പിസയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാവുമേ. ഇവിടെ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്, റഫീഖാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പിസ്സ എപ്പോഴും നമ്മൾ ചൂടോടെ കഴിക്കുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പം അതെന്തായാലും പറ്റൂലല്ലോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോഴൊന്നും നമ്മൾ ചൂടോടെ ഇല്ലല്ലോ കഴിക്കുന്നത്. അപ്പോൾ കഴിയുന്നൊന്നും പുറത്തുനിന്നൊന്നും ഉണ്ടാക്കാതെ ഇതുപോലെ നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ ഒരു ബ്രെഡിൻ്റെ പീസ് ഇനിയിപ്പം ഹെൽത്തി അല്ലല്ലോ, ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണണ്ട. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രെഡ് ഒഴിവാക്കുക, എഗ്ഗ് മാത്രം ബേസായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്നാക്സ് ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, അത് നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഗ്ലാസിൻ്റെ എല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഗ്ലാസിൻ്റെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ അടിഭാഗം കണ്ട ബേസ് നല്ല സോഫ്റ്റാണ്. കഴിക്കുമ്പോൾ ആ എഗ്ഗിൻ്റെ ആ ഒരു ചൊവയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ആക്കി നോക്ക്. ഇത് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ മാത്രമല്ല, നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കുട്ടികളൊരു ചായയൊക്കെ കുടിക്കണം, കഴിക്കണം എന്നൊക്കെ, ഒരു പിസ്സയൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ട് നമുക്കും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. എളുപ്പമല്ലേ, ഞാൻ പറഞ്ഞൊരു 5 മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട. പിന്നെ കുറച്ച് നട്ട്സോ കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലും നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, അത് കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ എന്തെങ്കിലും ഒരു നട്ട്സും അതും കൊടുക്കാം. ഇതൊക്കെ കഴിക്കുന്നുണ്ടോയെന്നും കൂടെ ഉള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. നമ്മളിത് കൊടുത്തു വിടുക മാത്രമല്ല. ഇനി നമുക്ക് അടുത്തൊരു ഹെൽത്തി സ്നാക്സ് തന്നെ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നോക്കാം. അതിലേക്ക് വേണ്ടി ഞാൻ റാഗി പൊടിയില്ലേ, നമ്മൾ മുത്താറിപ്പൊടി, അതിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തത്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. നിങ്ങൾക്ക് പൗഡർ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ചെടുക്കുകയും ചെയ്യുക. അങ്ങനെ റാഗി പൗഡർ, മുത്താറിപ്പൊടി അതെടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണ്. അതിലേക്ക് സെയിം അളവ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു എഗ്ഗും ബാക്കി ഞാൻ അളവ് അരക്കാൻ ആവശ്യത്തിനുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ്. അതൊരു 5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മധുരത്തിന് ഉണ്ടാവും കേട്ടോ. ഓവർ നമുക്ക് മധുരം വേണ്ട, ഒരു ലൈറ്റ് മധുരം നമുക്കിതിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾ റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ. ഒരു ഹാഫ് പഴം എടുത്താൽ മതി കേട്ടോ. എന്നാലും നമുക്ക് ചെറിയൊരു മധുരം കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ മധുരം ചേർക്കാവുന്നതാണ് ഈ ഒരു അളവിലേക്ക്. അതിനേക്കാളും മധുരം വേണമെങ്കിലും പിന്നെ ചെറിയൊരളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമുള്ളതാണെങ്കിലും ചെറിയൊരു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരുപാടൊന്നും വേണ്ടേ. ഇനി ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതാ ഇതുപോലെ കേട്ടോ, ഒരുപാട് ലൂസായിട്ട് പോകണ്ട. നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ. പക്ഷേ റാഗി വെച്ച് ചെയ്യുമ്പോൾ ഹെൽത്തിയുമാണ്, മാത്രമല്ല നമുക്ക് ഈ ഡേറ്റ്സും ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ, ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു
ആ ഒരു എന്തോ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാട്ടോ നമുക്ക് കിട്ടുക. കുട്ടികൾക്ക് ഒന്നുകൂടെ ഇഷ്ടമാവും. ഹെൽത്തിയും അല്ലേ, റാഗി നമ്മൾ കഴിക്കുകയല്ലേ. ഇത് നമുക്ക് മൈദയിലും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്, അത് മാത്രം വെച്ചിട്ട്. പക്ഷെ റാഗി ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാവും, മക്കൾ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ അറിയാണ്ട് കഴിച്ചും പോട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഒരു റാഗി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ കഴിച്ചോളന്നില്ല. ഇനി ഒരു പാന് ചൂടാവുമ്പോൾ ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തത് ഞാൻ നമ്മളെ പാൻ കേക്ക് തിരിച്ചിടുന്നതും എടുക്കുന്നതും കാണിക്കാൻ വിട്ടുപോയേ. അപ്പോൾ അടുത്തത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ കുക്കായിട്ട് കൂട്ടെ. അടച്ച് വെക്കണമെന്നൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ, പാന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം. പിന്നെ മുകൾ ഭാഗം ഫുള്ളായിട്ട് കുക്കാവണമെന്നില്ല, അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടി ഹാർഡായി പോകില്ല കേട്ടോ. ആ ഒരു സമയത്ത് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അടിയൊന്ന് ചെറുതായിട്ടൊന്ന് റെഡിയായി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് സെക്കൻഡുകൾ മാത്രം മതി കേട്ടോ. അപ്പോഴത്തേക്കും കുക്കായിട്ട് കിട്ടും. അപ്പോഴത്തേക്കും പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാട്ടോ, കുട്ടികൾക്ക് ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ്, അതൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്താൽ അവർക്ക് ഒന്നുകൂടെ ഇഷ്ടമാവുമേ. ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളെ പാൻ കേക്കും ഇവിടെ റാഗി വെച്ചിട്ടുള്ള ഹെൽത്തി പാൻ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ്സ് മാത്രം ഡേറ്റ്സ് തന്നെ എടുക്കണം എന്നില്ല. പഴം, നേന്ത്രപ്പഴം, റോബസ്റ്റപ്പഴം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എടുക്കാം. പിന്നെ പാല്, അതൊക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അരച്ച് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. അരച്ച് ഞാൻ അപ്പം തന്നെയാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക, ഹാർഡായിട്ട് പോവില്ല. റാഗി ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ എഗ്ഗും ഡേറ്റ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു സ്നാക്സ് ബോക്സും കൂടെ റെഡി ആക്കിയിട്ട് എടുക്കാം. ഇത് അവർക്കിങ്ങനെ കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലുതാക്കിയിട്ട് കാണിക്കാതിരുന്നത്. ചെറുതാകുമ്പോൾ അവർക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമാവും, നല്ല ഈസി ആവുകയും ചെയ്യും. ഇതൊരു 3-4 കൊടുക്കാം കേട്ടോ, കഴിക്കാൻ വേണ്ടി. ചെറുതല്ലേ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ ചോക്ലേറ്റ് സിറപ്പോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ അവർക്കൊന്നും കൂടെ കഴിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. വേണമെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതിൽ തന്നെ നമുക്ക് ചെറിയൊരു മധുരം ഇതിൽ തന്നെ കിട്ടും. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സോറി. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു സ്നാക്സ് എന്താണെന്ന് നോക്കാം. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. വെറൈറ്റി ആയിട്ട് ഇന്ന് കൊടുത്താൽ അവർക്ക് നാളെ വേണമെന്നുണ്ടാവില്ല, വെറൈറ്റി ആയിരിക്കും അവർക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളും ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് പഴുത്ത മാങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തേ. ഇനി ഇത് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനിതൊരു ജാമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കയ്യിൽ ജാം ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം പിന്നെ മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ. അപ്പം നമുക്കിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ലെമൺ ആഡ് ചെയ്യുന്നില്ല, പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൊടുത്തിട്ടുള്ളത്. അപ്പം മാങ്ങേൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവസാനം കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. നമ്മളിത് എടുത്ത് വെക്കാനാണെങ്കിൽ, എനിക്കിപ്പോൾ അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജാം ഉണ്ടാക്കാം. നല്ല വറ്റിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് ആ പഞ്ചസാരക്ക് അങ്ങ് മെൽറ്റായി കുറച്ചൊന്ന് ലൂസാവും. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു വിട്ട് വരുന്ന ആ പാകല്ലേ, ഭയങ്കര തിക്കല്ല, ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇതുപോലെയൊക്കെ തന്നെ ഓവർ ടൈറ്റ് ആക്കണ്ട. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര തിക്കായിട്ട് പോകും, ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടില്ല. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ
ഒരു ബോട്ടിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെക്കേഷനിൽ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചാമ്പക്ക അങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് നന്നായിട്ട് ഉണ്ടാവുമല്ലോ. അതുപോലെ ഇത് മാങ്ങ, അതുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും. മറ്റേ ജാമ്പ് കഴിക്കും, നമുക്കൊരു കടയിൽ നിന്ന് വാങ്ങിയത് കഴിക്കുമ്പോൾ ഒരു ടെൻഷനാണല്ലോ, കൂടുതൽ കഴിക്കുമ്പോൾ അവർ വെറുതെ തന്നെ എടുത്ത് കഴിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാൻ ഉള്ളത്ര മിക്സ്, നമ്മുടെ ജാമിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ബ്രെഡിന് പകരം ചപ്പാത്തിയിലാക്കിയിട്ട് റോൾ ചെയ്യുക, ദോശയിലാക്കിയിട്ട് റോൾ ചെയ്യുക. കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. സാധാ നമ്മൾ ദോശയില്ലേ, ഉഴുന്ന് ദോശയൊക്കെ, അത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ റൗണ്ടാക്കിയിട്ടൊക്കെ ചുട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ട് റോൾ ചെയ്താൽ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ചപ്പാത്തിയിലും അതെ. ഇനി നമ്മൾ കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് 2 ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുത്ത സ്നാക്സും ഇതാ റെഡിയാണ്. ഈ മാങ്ങേൻ്റെ ഫില്ലിങ് നമ്മൾ ആ ജാമ് വെച്ച് കൊടുത്തില്ലേ, ആ ജാമിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ പൊടിച്ചെടുത്ത് നട്ട്സ് ഇട്ട് കൊടുത്താൽ അവരറിയാതെ തന്നെ, കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് അവരറിയാതെ തന്നെ അകത്തേക്ക് പോയിക്കോളൂ കേട്ടോ. അങ്ങനത്തെ പൊടിക്കൈകളൊക്കെ നമുക്ക് ചെയ്യാം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് മാങ്ങ പൾപ്പാക്കി വേവിച്ച് ജാമാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൾപ്പാക്കിയില്ലേ, അത് അതുപോലെ തന്നെ നമുക്ക് ബ്രെഡിൻ്റെ മുകളിലോ ചപ്പാത്തിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ജാമാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അല്ല, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത് പിന്നെ അപ്പത്തേക്കേ പറ്റുള്ളൂ, നമുക്ക് പിന്നെ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല, അതാണ്. കുറേ നാളത്തേക്കൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ അതിൽ കൊള്ളും ബോക്സിൽ, അപ്പോൾ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു നമുക്ക് രണ്ടെണ്ണമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കാര്യം ഇതിൽ ഓവർ സംഭവങ്ങളൊന്നും വരുന്നില്ലല്ലോ, മാങ്ങേൻ്റെ ഒരു ഫില്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ 2എണ്ണമൊക്കെ കഴിച്ചോളും. കട്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ക്യാരറ്റ്, കുക്കുംബർ, എന്തെങ്കിലും ഫ്രൂട്ട് അങ്ങനത്തെ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. സീസണൽ ഫ്രൂട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പേരക്ക, മാങ്ങ, ചിക്കു അങ്ങനത്തെയൊക്കെ തന്നെ എടുത്താൽ അതാവട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ അടുത്ത സ്നാക്സും റെഡിയാണ്. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ കറിക്കൊക്കെ എടുക്കുന്ന ചിക്കനെന്ന് ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതൊക്കെ നമ്മൾ കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിയേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ, ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. കുക്കാവണം, പക്ഷേ ഹാർഡായി പോകരുത് കേട്ടോ, ഇങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ ഓവർ കുക്കായിട്ട് പോകരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും, കുക്കാവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാളേൻ്റെ ആവശ്യമില്ല, ഒരു ഹാഫ് മതി കേട്ടോ. ഒരു ഹാഫ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് തക്കാളിയും ക്യാപ്സിക്കം എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഓവർ കുക്കാവേണ്ട കാര്യമില്ല കേട്ടോ, ഭയങ്കര കുക്കായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. 1 മിനിറ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ കുക്കായ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്യാപ്സിക്കൊക്കെ വാങ്ങിയാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ചെറിയൊരു പോർഷനെ നമ്മൾ എടുക്കുള്ളൂ, ചെറിയൊരു പോർഷനെ നമ്മൾ എടുക്കുന്നുള്ളല്ലോ. അപ്പോൾ ഞാനൊരു 1 മിനിറ്റ് അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡർ, അതൊക്കെ നിങ്ങൾ കുട്ടികൾ കഴിക്കോ ഇല്ലേ എരിവ് അതൊക്കെ നോക്കിയിട്ട്, ഇതൊന്നും ഒരുപാട് എരിവൊന്നും വരില്ല കേട്ടോ, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇല്ലേ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മൈദയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഹെൽത്തി വേർഷൻ ആണെങ്കിൽ കോൺഫ്ലവർ എടുത്താൽ മതി. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പാല്
ചേർത്ത് കൊടുക്കുക. നമുക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാൽ ഇനിയും വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലും നമ്മളെ ചീസ് സ്ലൈസ് അത് കുറച്ചിട്ട് കൊടുത്താൽ, അത് 1-2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടിക്കോളും. ഇതായാലും മതി കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി, ചെറിയൊരു ഫ്ലേവർ കിട്ടിയാൽ മതി. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സോസിലും എല്ലാം ഉപ്പുണ്ട്, അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ടുമുണ്ട്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുട്ടികൾ കഴിക്കുമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതൊന്നും അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അറിയൂല കേട്ടോ, അതിൻ്റെ കൂടെ അവരങ്ങ് കഴിച്ച് പോയിക്കോളും. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ബർഗർ ബണ്ണില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഇത് റോൾ ചെയ്തിട്ട് കൊടുക്കാം, ഒരു റോളായിട്ട് റാപ്പായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ബ്രെഡ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബണ്ണ് ബ്രെഡാണെങ്കിലും അതൊന്നൊന്ന് ആ ഡ്രൈനെസ് മാറിയിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിതാ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. രണ്ടിലും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി പാലിന് പകരം എഗ്ഗില്ലേ, എഗ്ഗ് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് ആ ഒരു ബേസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും കഴിക്കുന്ന സമയത്ത്. ഇനി നമ്മളെ ഫില്ലിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, സവാള പകുതി എടുത്താൽ മതി എന്ന്. ഇതിപ്പോൾ ഞാൻ 2 ബണ്ണ് നിറക്കാനുള്ളത് മസാല ഉണ്ട് കേട്ടോ, അതാണ് കുറച്ച് കൂടുതലാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ പകുതി മസാലയെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ മസാല നിറക്കുന്നത് നമുക്ക് അറിയാമല്ലോ, ഒരു ബണ്ണിൻ്റെ ഉള്ള എത്ര ഫില്ലിങ് വേണം അതിനനുസരിച്ച് നിറച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു മസാല തന്നെയാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ആക്കി നോക്കാം. ഇതും ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാം, നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കാണെങ്കിലും ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല, നല്ല കിടിലൻ സാധനമാണ് കേട്ടോ. ഇതൊന്നും കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ചെറിയൊരു സമയമുണ്ടെങ്കിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ക്രീമി ബൺ ഫില്ലിങ് ആ ഒരു രീതിയിലാട്ടോ നമുക്ക് കിട്ടുക, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കട്ട് ചെയ്യാണ്ടെയോ ഇനിയിപ്പം ഞാനിപ്പോൾ ഒരു ഭാഗം നടു മാത്രം കട്ട് ചെയ്ത് അതിൻ്റെ ഇപ്പുറം ഭാഗം കൂടെ കട്ട് ചെയ്യട്ടെ, അവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഫില്ലായിക്കോളും കേട്ടോ, വയറ് നല്ല ഫില്ലാവും ആ ഒരു മസാലയും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പം. ഇനി കുറച്ച് ഫ്രൂട്ട്സോ അവർ കഴിക്കുന്നതാട്ടോ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഫ്രൂട്ട്സും കാര്യങ്ങളും ഞാൻ പറയുന്ന പോലെയല്ല, എല്ലാ കുട്ടികളും എല്ലാം കഴിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അറിയാമല്ലോ, സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും എല്ലാം റെഡിയാക്കിയിട്ട് കൊടുക്കാം. പിന്നെ നട്ട്സൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയൊരളവിലൊക്കെ കൊണ്ടുവച്ചിട്ട് അവർക്ക് അതിനനുസരിച്ച് ഓരോ ദിവസവും ഇങ്ങനെ മാറി എല്ലാം അവരുടെ ശരീരത്തിലേക്ക് എത്തേണ്ട രീതിയിൽ. കാരണം കൂടുതൽ ടൈം അവർ സ്കൂളിലാണല്ലേ, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ. അപ്പോൾ പിന്നീട് നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് സമയം അതല്ലേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാം അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അതുപോലെ തന്നെ വെള്ളം കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.